നമ്മുടെ രാജ്യം ആകാശ വിശാലതയിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി അടയാളപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. എന്താണെന്നല്ലേ? അതിർത്തിയിൽ ഇലയനങ്ങിയാൽ പോലും അറിയാൻ നമ്മൾ ഒരു വല വിരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വലിയ ഒരു ആകാശക്കണ്ണ് തുറക്കാൻ ഒരുങ്ങുകയാണ്. റിപ്പോർട്ടറിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സംഘം ആ വലിയ ദൗത്യം ഇതാ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ ആവിഷ്കരിക്കുകയാണ്. മിഷൻ EOS 09. എത്തിക്കഴിഞ്ഞു മിഷൻ EOS 09 അഥവാ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നാളെ പുലർച്ചെ 5:59 PSLV C61 റോക്കറ്റിലേറി EOS 09 ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുയരും. ഇസ്രോയുടെ 101ാമത്തെ വിക്ഷേപണ ദൗത്യമാണിത്. ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമാണ് PSLV C61. PSLV എന്നാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. PSLVയുടെ 63ാമത്തെ പറക്കലും PSLV XL കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്ന 27ാമത്തെ ദൗത്യവുമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് EOS 09 മിഷൻ എന്നതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഈ EOS 09 എന്താണ് എന്നത് വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് നമുക്ക് കടക്കാം. അതുവരെ ഇദ്ദേഹം ഇവിടെ നിൽക്കട്ടെ. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 09 എന്ന EOS 09 റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അതായത് റിസാറ്റ് പരമ്പരയിലെ 6ാമത്തെ ഉപഗ്രഹമായതിനാൽ റിസാറ്റ് 1B എന്നും ഇതിന് പേരുണ്ട്. അതോടൊപ്പം 1696.24 കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളത്. അതോടൊപ്പം 5 വർഷത്തെ പ്രവർത്തന കാലയളവ്, അതാണ് EOS 09 മിഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സാങ്കേതിക മികവുകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടത് സി ബാൻഡ് സിന്തറ്റിക് അപ്പേർച്ചർ റഡാറിനെ കുറിച്ചാണ്. EOS 09ന്റെ വലിയ കരുത്താണിത്. പകലും രാത്രിയിലും ഏത് കാലാവസ്ഥയിലും മേഘങ്ങൾ, മഴ, മൂടൽമഞ്ഞ്, പൊടിപടലങ്ങൾ എന്നിവയെല്ലാം ഭേദിച്ച് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ മറ്റ് പ്രത്യേകതകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനെക്കൊണ്ട് സാധിക്കുമെന്ന് നോക്കാം. 1 മീറ്റർ മുതൽ 230 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശങ്ങൾ വരെ അൾട്രാ ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ പകർത്താൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. 5 വ്യത്യസ്ത ഇമേജിംഗ് മോഡുകളുണ്ട് EOS 09 റഡാർ ക്യാമറയ്ക്ക്. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുമെന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ദൗത്യമായി EOS 09 മാറുകയാണ്. അപ്പോൾ എന്താണ് ദൗത്യം എന്നതുകൂടി വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. രാജ്യാതിർത്തികളിലെ നിരീക്ഷണം, ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തൽ. നേരത്തെ തന്നെ ISRO ലക്ഷ്യമിട്ട മിഷനാണിത്. എങ്കിലും പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം സവിശേഷമായ ശ്രദ്ധ ഈ മിഷനുണ്ട് എന്നത് നമുക്ക് പറയാം. ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന അതിർത്തികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഈ അയൽ രാജ്യങ്ങളുടെയൊക്കെ നീക്കങ്ങൾ മനസ്സിലാക്കാനും ഈ മിഷനിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിർത്തി കടന്നുള്ള ഭീഷണികൾക്കെതിരായിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചറായി EOS 09 മാറും എന്നുള്ളതാണ് വിലയിരുത്തൽ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം നിരീക്ഷണ പ്രദേശത്തെ മണ്ണിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, പുതിയ ക്യാമ്പുകൾ, വാഹന ചലനം തുടങ്ങി ചെറിയ മാറ്റങ്ങൾ പോലും ഹൈ റെസല്യൂഷനുള്ള റഡാറിന് പകർത്താനാകും. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് ദൗത്യങ്ങൾ കൃത്യതയോടെ ആസൂത്രണം ചെയ്യാനും കഴിയും. ഇനി സേനാ വിഭാഗങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്നതുകൂടി നോക്കാം. പ്രളയ മാപ്പിംഗ്, ചുഴലിക്കാറ്റ് നിരീക്ഷണം, മണ്ണിന്റെ ഈർപ്പം വിശകലനം ചെയ്യൽ, കാർഷിക വിളകളുടെ ഗുണം വിലയിരുത്തൽ, ഇതിനൊക്കെ സഹായിക്കുന്ന EOS 09 പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കാനും ഉപകാരപ്പെടും എന്നതാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റാ സെന്റർ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് ചൂണ്ടിക്കാട്ടി തന്ന നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മിഷൻ EOS 09 എന്ന് പറയുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നാളെ പുലർച്ചെ 5:59 PSLV C61 റോക്കറ്റിലേറി EOS 09 ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുയരും. റിപ്പോർട്ടറിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി സംഘം ഒരുക്കിയ മിഷൻ EOS 09 നമുക്കും ഭ്രമണപഥത്തിലേക്ക് പറഞ്ഞേക്കാം. കൗണ്ട് ഡൗൺ ബിഗിൻസ് ഹിയർ. Liftoff will start in T-10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition.
ഇതാ നമ്മുടെ ദൗത്യം നമ്മൾ നിറവേറ്റിയിരിക്കുകയാണ്. EOS-09 നാളെ പുലർച്ചെ 5:59 ഈ വിക്ഷേപണം നമുക്ക് തത്സമയം കാണാം. നമ്മുടെ ശാസ്ത്രജ്ഞർ തയ്യാറായിരിക്കുകയാണ്. AR VR XR സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മുടെ ടെക്നീഷ്യൻസ് ഇപ്പോൾ EOS-09 വിക്ഷേപിച്ചതാണ് കണ്ടത്. നമ്മുടെ ഡാറ്റ ടീം ഷംസുദ്ദീൻ അലിപ്പാറയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ് ഈ പ്രസന്റേഷൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ രാജ്യം അടുത്ത ഒരു പടി കൂടി കടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ കുതിപ്പ് തുടരും.